إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ പവിത്രമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. പള്ളികളാണ് ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങൾ. ആ പള്ളികളിൽ നമ്മുടെ സാന്നിധ്യം എത്രത്തോളമുണ്ട് എന്ന വിചിന്തനമാണ്, ആലോചനയാണ് ഇന്നത്തെ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ പള്ളികളിൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ആരാധനയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. നാടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം
ആ നാട്ടിലെ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, ഒരു നാട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം, അല്ലാഹുവിന് വെറുപ്പുള്ള സ്ഥലം അവിടെയുള്ള അങ്ങാടികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികളിൽ നന്മ മാത്രമാണ് ഉണ്ടാവുക, അങ്ങാടികളിൽ എല്ലാത്തരം തിന്മകളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാൽ നമ്മൾ ചെലവഴിക്കുന്നത് എവിടെയാണ് എന്നുള്ള വിചിന്തനമാണ് ഈ സമയത്ത് നമ്മൾ നടത്തേണ്ടത്. പള്ളികളുമായി നമുക്ക് എത്രമാത്രം ബന്ധമുണ്ട്? അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളികളിൽ ജമാഅത്തിന് വരാത്ത ആളുകൾ വന്നാൽ പോലും അല്പസമയം മാത്രം ഇരുന്ന് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് പോകുന്ന ആളുകൾ, ജുമുഅ നമസ്കാരത്തിന് പോലും നേരത്തെ വരണമെന്ന ചിന്ത ഇല്ലാത്ത ആളുകൾ, അങ്ങനെ നേരത്തെ വരാൻ താല്പര്യമില്ലാത്ത ആളുകൾ, എല്ലാ സ്ഥലങ്ങളിലൂടെ കറങ്ങിയാലും പള്ളികളിൽ കയറി അവിടെ നമസ്കാരം നിർവഹിക്കാൻ ഉത്സാഹമില്ലാത്തവർ, അങ്ങാടികളിൽ അവർ സ്വറ പറഞ്ഞിരിക്കുന്നു, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, പരിസരത്തെ പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, എന്നാൽ അതിനെ അവഗണിക്കുന്ന ആളുകൾ, ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊരു ദുഃഖ സത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശ്റാത്തിസ് സഅ അൻ യമുറ അർ-റജുലു ഫിൽ മസ്ജിദ് ലാ യുസല്ലി ഫീഹി റകഅതൈൻ, ഒരാൾ പള്ളിയിലൂടെ കടന്നു പോവുകയും അവിടെ 2 റക്അത്ത് നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്, പള്ളികളുമായുള്ള ആത്മീയ ബന്ധം പുലർത്താതിരിക്കുക എന്നുള്ളത്, പള്ളികളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുക എന്നുള്ളത് അന്ത്യനാളിൻ്റെ അശ്റാത്തുസ് സഅ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിജാലുൻ ലാ തുൽഹീഹിം, എന്നാൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, ചില ആളുകൾ അല്ലാഹുവെ സ്മരിക്കുന്നതിൽ നിന്ന്, വഇഖാമിസ് സ്വലാ, നമസ്കാരം മുറപോലെ നിർവഹിക്കുന്നതിൽ നിന്ന്, വഇതാഇസ് സകാ, സകാത്ത് നൽകുന്നതിൽ നിന്ന്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈ, അവർക്ക് അവരുടെ കച്ചവടങ്ങളോ അവരുടെ മറ്റു ക്രയവിക്രയങ്ങളോ തടസ്സമാവുകയില്ല എന്ന് അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു. നിങ്ങൾ ഒരാളോട് ചോദിക്ക്, എന്തുകൊണ്ടാണ് ജമാഅത്തിന് വരാത്തത്? അവനൊരു കാരണം പറയും. ഒന്നുകിൽ അവൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും, അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും, അവൻ്റെ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാന മാർഗമായിട്ടുള്ള അവരുടെ കച്ചവടം പോലും അതിനെ ബാധിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. യഖാഫൂന, എന്തുകൊണ്ടാണ് അവർക്ക് അത് തടസ്സമാകാത്തത്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിയുന്ന ഒരു മഹാദിവസത്തെ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഏത് പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും അവർ നമസ്കാരത്തിന് പള്ളിയിലെത്തുന്നവരാണ്. അവർ നമസ്കാരം നിലനിർത്തുന്ന ആളുകളാണ്. അവർ സകാത്ത് കൊടുക്കുന്നവരാണ്. അല്ലാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അവരെ ഒന്നും തടയുകയില്ല എന്ന് അല്ലാഹു തആല പറയാൻ കാരണം അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദു ബൈതു കുല്ലി തഖയ്യിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സൂക്ഷ്മതയുള്ള ഏതൊരാളുടെയും വീടാണ് പള്ളി. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, വതകഫലല്ലാഹ്
അല്ലാഹു ഉറപ്പ് നൽകിയിരിക്കുന്നു, ലിമൻ കാനൽ മസ്ജിദു ബൈതഹു ബിർറൂഹി വറഹ്മ, അവൻ പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക, പള്ളിയെ അവന്റെ വീടാക്കിയവൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവന് അല്ലാഹു തആല ആശ്വാസവും കാരുണ്യവും വൽ ജവാസി അല സിറാത്ത് ഇലാ റിദ്വാനില്ലാഹി ഇലൽ ജന്ന, സിറാത്ത് പാലം കടന്ന് അല്ലാഹുവിന്റെ പ്രീതിയിലേക്ക്, തൃപ്തിയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്താനുള്ള സൗകര്യമുണ്ടെന്ന് അല്ലാഹു ഉറപ്പു നൽകിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ പള്ളികളുമായുള്ള ബന്ധം നാം വിട്ടുപോകാൻ പാടില്ല. 7 വിഭാഗം ആളുകളെ സംബന്ധിച്ച് അർശിന്റെ തണൽ നൽകപ്പെടുന്ന 7 വിഭാഗം ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വറജുലുൻ മുഅല്ലഖുൻ ബിൽ മസാജിദ് എന്നാണ്. ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, അവന്റെ ഹൃദയം, അവന്റെ മനസ്സ് പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പള്ളിയിൽ ചെലവഴിക്കുന്ന സമയങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേകതകൾ, അവർക്കുള്ള പ്രതിഫലങ്ങൾ പറഞ്ഞ ചില പ്രത്യേകതകൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മലായിക തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ല, നിങ്ങളിൽ ഒരാൾ തന്റെ നമസ്കാര സ്ഥലത്ത് ഇരിക്കുമ്പോൾ പ്രവാചകൻ പറയാൻ മാലം യുഹ്ദിസ്, വുദൂ നഷ്ടപ്പെടാത്ത കാലത്തോളം മലക്കുകൾ അയാൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് മലക്കുകളുടെ പ്രാർത്ഥന? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണമേ, ഇയാൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ആ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, لا يزال أحدكم في صلاة ما دامت الصلاة تحبسه. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അടുത്ത നമസ്കാരത്തിനായുള്ള കാത്തിരിപ്പ് ഒരാളെ പള്ളിയിൽ തടഞ്ഞു നിർത്തുന്ന കാലമത്രയും അവൻ നമസ്കരിക്കുന്നവനായിട്ടാണ് പരിഗണിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി. ഉദാഹരണം, ഒരാൾ മഗ്രിബ് നമസ്കരിക്കുന്നു, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അവൻ അവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്തും ദിക്ർ ചെയ്തുമൊക്കെ അവിടെ കഴിഞ്ഞുകൂടുന്നു. ഇശാ നമസ്കാരം വരെ, ഇശാ ജമാഅത്ത് കഴിഞ്ഞു പോകാമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ പരിഗണിക്കപ്പെടുക, അവൻ ഇശാ വരെ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം കൂടി പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നുണ്ട്, ലാ യംനഉഹു അൻ യൻഖലിബ ഇലാ അഹ്ലിഹി ഇല്ല സ്വലാ, അവന്റെ വീട്ടിലേക്ക് മടങ്ങുന്നതിൽ നിന്ന് നമസ്കാരം മാത്രമാണ് അവനെ തടയുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തെറ്റിപ്പോകുന്നതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ കഴിഞ്ഞുകൂടുകയല്ല. നേരെ മറിച്ച് ഇശാ കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടാണ്, നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് അവൻ പള്ളിയിൽ ചെലവഴിക്കുന്നത്. അക്കാരണം കൊണ്ട് തന്നെ അവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെ, അത്രയും നിന്ന് നമസ്കരിച്ചവനെ പോലെ പരിഗണിക്കപ്പെടും എന്നാണ്. സഹോദരങ്ങളെ, ആരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞത്? അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞത്, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ, അല്ലാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല. അല്ലാഹുവിന് ഒരു തരത്തിലും അനുസരണക്കേട് കാണിക്കാത്തവർ, അവരോട് കൽപ്പിക്കപ്പെടുന്നത് വയഫഅലൂന മാ യുമറൂൻ, അവർ ചെയ്യുന്ന ആളുകളാണ്, പ്രവർത്തിക്കുന്നവരാണ്. ആ രൂപത്തിൽ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ് മലക്കുകൾ. അവരുടെ പ്രാർത്ഥനയുണ്ടാകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. പാപങ്ങൾ പൊറുക്കപ്പെടും. എന്താണ്? മശിയുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത് വൽ ജുലൂസു ഫിൽ മസാജിദി ബഅദ സ്വലാ, ജമാഅത്തിന് വേണ്ടി നടന്നു പോവുക എന്നുള്ളത്. അതേപോലെ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഇരുന്നു കൊണ്ടിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റിയാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള അതിർത്തി കാക്കുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കുകയാണ്. അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിൽ ഖതായ, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന, വയർഫഉ ബിഹി ദറജാത്ത്, പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്ബാഗുൽ വുളൂ എന്ത് ചെയ്യുക? വുളൂ പൂർണ്ണമായി നിർവഹിക്കുകയും, ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹ്, എപ്പോൾ നിർവഹിക്കുക? നല്ല കൊടും തണുപ്പുണ്ട്, അപ്പോഴും വുളൂ പൂർണ്ണമായി നിർവഹിക്കുക. അങ്ങനെയുള്ള പ്രയാസമുള്ള സമയങ്ങളിലും വുളൂ പൂർണ്ണമായി നിർവഹിക്കുക. വകസറത്തുൽ ഖുതാ ഫിൽ മസാജിദ്, പള്ളിയിലേക്ക് ധാരാളം ചുവടുകൾ വെക്കുക എന്ന് പറഞ്ഞാൽ നടന്നു വരിക. ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തിനായി കാത്തിരിക്കുക. എന്നിട്ട് റസൂല് പറഞ്ഞു, അതാണ് റിബാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി കാക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന പ്രവൃത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നാലാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനസ്സമാധാനം ലഭിക്കുമെന്നാണ്, ആശങ്കകളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ്, സമാധാനം ലഭിക്കുമെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമാ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, ചില ആളുകൾ അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. അവർ യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. വയതദാറസൂന ബൈനഹും, അവർ പരസ്പരം പഠിക്കുന്നു. അങ്ങനെ പഠിച്ചാൽ, അങ്ങനെ അവർ പാരായണം ചെയ്താൽ, ഇല്ലാ നസലത അലൈഹിമുസ് സകീന, അവർക്ക് സമാധാനം ഇറങ്ങുമെന്നാണ്, അവർക്ക് മേൽ ശാന്തി ഇറങ്ങുമെന്നാണ്. വഗശിയതുഹുമുർ റഹ്മ, കാരുണ്യം കൊണ്ട് അവരെ മൂടുമെന്നാണ്. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യുമെന്നാണ്. വദകറഹുമുല്ലാഹു ഫീമൻ അൻദഹു, അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കുറിച്ച് തന്റെ അടുക്കലുള്ള മലക്കുകളോട് മുഖൈത്തി പറയും, പരാമർശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പള്ളിയിൽ ചെലവഴിക്കുക എന്നുള്ളത് ഒരു ഇഷ്ടമുള്ള കാര്യമായി നമുക്ക് ആയിത്തീരണം. നേരെ മറിച്ച് പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പുറത്തു പോവുക എന്നുള്ള രൂപത്തിലാണ് ചില ആളുകളുടെ നമസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടാൽ മനസ്സിലാവുക. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ് പ്രകടമാകുന്നത്. അവർ വിചാരിച്ചിട്ടില്ല എങ്കിലും അങ്ങനെയാണ് അവർ ജീവിതത്തിൽ പ്രകടമാകുന്നത്. കാരണം ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ എണീറ്റ് പോകുന്നവർ, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അത് ശരിയാണ്, ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. പക്ഷേ പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഇല്ലാതിരുന്നിട്ടും കുറച്ചു നേരം പോലും പള്ളിയിൽ ചെലവഴിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാനിന് എവിടെയോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സമയം നമ്മൾ കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا لله والصلاة والسلام على رسول الله وعلى آله وأصحابه
وسلم كثيرا مزيدا إلى يوم الدين أما بعد. പള്ളിയിൽ സമയം ചെലവഴിക്കാൻ നാം പരിശ്രമിക്കണം എന്നുള്ള സന്ദേശമാണ് നൽകിയത്. അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കുകയും ആ നിയ്യത്തിൽ പള്ളിയുമായി മനസ്സ് കെട്ടിപ്പിണഞ്ഞ് കിടക്കണം. ഏത് യാത്ര നടത്തിയാലും നമസ്കാരത്തിൻ്റെ സമയമായെങ്കിൽ ആ നമസ്കാരം കഴിഞ്ഞു മതി യാത്ര. ജംഉം കസറുമാക്കാനുള്ള യാത്രയാണെങ്കിൽ അത് ചെയ്തിട്ടാകാം യാത്ര. അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കണം നമ്മുടെ മനസ്സുകൾ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പിന്നെ ഉറങ്ങുന്നത് ഒരു അസ്വസ്ഥതയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു. മറ്റുള്ള നമസ്കാരങ്ങൾക്കൊക്കെ മറ്റുള്ള നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജോലികളുമായി ബന്ധപ്പെട്ട് പല 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 ന്യായങ്ങൾ നമ്മൾ നിരത്തും. സുബഹി നമസ്കാരത്തിന് നിങ്ങൾ എന്ത് ന്യായം നിരത്തും? അപ്പം ചില ആളുകൾ പറയുന്നതാണ് 12 മണി ആകും കടക്കുമ്പോൾ. 12 മണിയാകും കടക്കുമ്പോൾ ഓന് 1:30 ഫുട്ബോൾ കാണാൻ അലാറം വെച്ച് എണീക്കും. 1 മണിക്കൂർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അപ്പം കിടക്കുവന്. അല്ലെങ്കിൽ ആ 1:30-ക്കുള്ള ഫുട്ബോൾ കഴിഞ്ഞിട്ടായിരിക്കും ഓൻ കിടക്കുക. 4:45 പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കും. ഓനക്കതിനോട് അവഗണനയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വഞ്ചിക്കുന്നതിന് തുല്യല്ലേ? ആ ഒരു ഭാരം നമുക്കുണ്ടെങ്കിൽ മുനാഫിഖുകളുടെ ലക്ഷണമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയത്. അസ്ഖലു സ്വലാ അലൽ മുനാഫിഖീൻ, മുനാഫിഖുകൾക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരം 2 നമസ്കാരമാണ്. വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വൻ. ആ 2 നമസ്കാരങ്ങളുടെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇഴഞ്ഞിട്ടാണെങ്കിലും അവർ വരും. പിന്നെന്താ എൻ്റെ 12 മണി? അത് മനസ്സിന് ഇറങ്ങണം, എന്നാലേ വരുള്ളൂ. ഇശാ ജമാഅത്തിന്റെ കൂടെ പൂർണ്ണമായി ആരെങ്കിലും നമസ്കരിച്ചാൽ രാത്രി പകുതി നമസ്കരിച്ചവന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കും. സുബഹി ജമാഅത്തിന്റെ കൂടെ ആരെങ്കിലും നമസ്കരിച്ചാൽ, പള്ളിയിൽ നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നാണ്. ഈ പ്രതിഫലം പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടണം എന്നുള്ള ബോധം വരാത്ത? എന്തറിയോ? സ്വർഗത്തിക്കാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയാണ് എന്ന മിഥ്യാധാരണ ഉള്ളതുകൊണ്ടാണ്. അല്ല, ഇവിടങ്ങൾ പല രൂപത്തിലും പല സൗകര്യത്തിലും പല ഐശ്വര്യത്തിലും പല തട്ടിലുമാണ് അല്ലേ? ഇതേപോലെ സ്വർഗത്തിലും പല ദറജകളുണ്ട്, പല പദവികളുണ്ട്. എത്രയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ അനുസരിച്ച് നമ്മുടെ പദവി വ്യത്യസ്തപ്പെടും. എത്ര പ്രവർത്തിച്ചാലും എന്തില്ല, അത് കൂടൂല. അല്ലെങ്കിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് തന്നെ മതിയാകുന്നില്ല. ഉണ്ടോ? നമ്മുടെ കണ്ണിന് അല്ലാഹു തആല നൽകിയ ഈ കണ്ണ് എന്നുള്ള അനുഗ്രഹത്തിന് നമ്മുടെ നമസ്കാരം നോമ്പൊക്കെ പകരാകോ? ഓരോ സെക്കൻഡിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസം അതിന് പകരാകോ?
അതുകൊണ്ട് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രതിഫലം നേടാനുള്ള ഒരു ആവേശം നമ്മുടെ മനസ്സിൽ, ആ ഈമാനികമായ ആവേശം ഉണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ വരുമ്പോൾ എങ്ങനെ കടന്നാലും സുബഹിക്ക് നമ്മൾ എണീക്കും. ഇനി നമ്മൾ എണീക്കുന്നില്ല എങ്കിൽ എണീക്കാൻ നമ്മളെ വിളിച്ചുണർത്താൻ സാധിക്കുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? ഏൽപ്പിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത് സമയത്ത് കളി ഉണ്ടെങ്കിൽ നമ്മൾ എണീക്കുന്നുണ്ടല്ലോ, ഏത് സമയത്തും. ഇനി അഥവാ എണീക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ ഇന്നൊന്ന് വിളിക്കണം കേട്ടോ എന്ന് പറയും, ഏൽപ്പിച്ചിട്ടാ കിടക്കുക. ഏത് അങ്ങനെ പോലും എന്ത് ചെയ്ത് കളി മിസ്സാവരുത്. ഇനി ഓല എങ്ങാനും നമ്മളെ വിളിക്കാൻ പറഞ്ഞാൽ ഓലോ ഇറങ്ങിപ്പോയി, ഓലോട് നമ്മൾ ദേഷ്യപ്പെടും. കാരണം ആ കളി മിസ്സായല്ലോ. ഇനിയുള്ളത് ഹൈലൈറ്റ് അല്ലേ? പിന്നുള്ളതിനൊരു ഹരല്ലല്ലോ, ഹരം. ആ സമയത്ത് അതാണ് ആ സമയത്ത് സുബഹിന്റെ സമയത്ത് നമസ്കരിക്കുക എന്നുള്ള ഒരു ഹരം നമ്മുടെ മനസ്സിലേക്ക് കയറണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓരോരുത്തരും ഓരോരോ ടീമിലാണ്, ഓരോരുത്തർക്കുണ്ട് ഓരോ ടീം. കുഴപ്പമൊന്നുമില്ല, ടീം ആയിക്കോളും. പക്ഷേ ജയിക്കുമെന്ന ടീമിന്റെ കൂടെ എന്തുകൊണ്ടാണ് നമ്മൾ നിൽക്കാത്തത്? സുബൈക്ക് ജമാഅത്തിന് വരുന്ന ടീം ജയിക്കും, ഉറപ്പാണ്. അവർ പരലോകത്ത് രക്ഷപ്പെടും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ, റഹ്മത്തിനാൽ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ടീമിന്റെ കൂടെ എന്തുകൊണ്ട് നമ്മൾ ചേരുന്നില്ല? നമസ്കാരം നിർവഹിക്കുന്ന ടീം, സക്കാത്ത് കൊടുക്കുന്ന ടീം, ഹജ്ജ് ചെയ്യുന്ന ടീം, നന്മ കൽപ്പിക്കുന്ന ടീം, തിന്മ വിരോധിക്കുന്ന ടീം, ആ ടീമിനോടൊപ്പം എന്തുകൊണ്ട് നമ്മളില്ല? എന്താണ് നമ്മളെ തടയുന്ന കാര്യം എന്താണ്? അതുകൊണ്ട് പരലോകത്തിന്റെ കാര്യത്തിൽ വളരെ 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 ശ്രദ്ധാലുവായി, വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു കാരണവശാലും ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പള്ളിയുമായി ബന്ധപ്പെടുന്ന പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ താല്പര്യപ്പെടുന്ന ഒരു മനസ്സുണ്ടാവാൻ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക. തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവർക്കും ആ ഒരു നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച സമീർ എന്ന് പറയുന്ന വ്യക്തി, അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ കുറവുകൾ, അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ, മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أصلح أحوال المسلمين في كل مكان وارفع عنهم البلاء والغلاء والوباء والفتن ما ظهر منها وما بطن. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم وفقنا لما تحب وترضى واجعل أعمالنا خالصة لوجهك الكريم. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار.
اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. وآخر دعوانا أن الحمد لله رب العالمين.